നമസ്കാരം. എൻ്റെ പേര് രാജീവ്. ഞാൻ എൻ്റെ വണ്ണത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എൻ്റെ വണ്ണം ഒരു പൊണ്ണത്തടിയനെ എന്തിനു കൊള്ളാമെന്നൊക്കെ പറയല്. അന്ന് പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര വണ്ണമാണ്. ഒരു സാധനം എടുത്തോണ്ട് നടക്കത്തില്ല. ഇത് എങ്ങനെയാണ് വണ്ണം വെച്ചതെന്ന് ചോദിച്ചാൽ പഴങ്കഞ്ഞിയും മുളക് പൊട്ടിച്ചതും ഞെരടി വാരി തിന്ന് വണ്ണം വെച്ചു. പിന്നെ ഒരു സാധനം എടുത്തോണ്ട് നടക്കത്തില്ല. പിന്നെ നടക്കണമെങ്കിൽ ഇങ്ങനെ കവച്ച് നടക്കണം. കാലിങ്ങനെ അകത്തി വെച്ച് കാലിന് രണ്ട് തുടയോ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് പിന്നെ കുണി ഇങ്ങനെ. അതാണ് എൻ്റെ കാര്യം. പിന്നെ ഒരു വണ്ണം കുറയ്ക്കാൻ തടി പിടിക്കാൻ പോയി. ഒരു ആന മില്ലി തടി പിടിക്കുന്ന പോലെ. എന്നാലും നിങ്ങൾ ഓർക്കും ഇവന് വലിയ ആനയായിരിക്കുമെന്ന്. ആനയൊന്നുമല്ല, വലിയ തടി പിടിക്കാൻ പോയി. ഈ വണ്ണവും വെച്ചുകൊണ്ട് ഒരു ഗോവണി വഴി കയറാൻ പറ്റുമോ? അതുമില്ല. ഈ ഗോവണി കാല് ഒരു ഗോവണിയുടെ പടിയെ വെക്കുമ്പോൾ അടുത്ത കാലിനോട് ചോദിക്കണം, മറ്റേ കാല് ഗോവണി വെച്ച് കാല് കയറിക്കോട്ടെ എന്ന്. പിന്നെ ഭയങ്കര വണ്ണമാണ്. ഈ വണ്ണം വെച്ചുകൊണ്ട് പെണ്ണ് കാണാൻ പോയിട്ട് ഞാനിങ്ങനെ അവിടെ ഇരിക്കുമല്ലേ, ഈ പർവ്വതം പോലെ. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചായയും പലഹാരങ്ങളുമായിട്ട് വന്നപ്പോഴേ ഈ പെണ്ണെന്നെ കൊണ്ടൊരു ഒറ്റ ഓട്ടം. ചായ ഇങ്ങ് തരുവും ഒരു ഒറ്റ ഓട്ടം. എന്നെ ഒന്ന് അന്വേഷിച്ചപ്പം ചെറുക്കന് ഭയങ്കര വണ്ണമാണെന്ന് പറഞ്ഞു. ഭയങ്കര വണ്ണമാണ്. ഈ വണ്ണം വെച്ചുകൊണ്ട് എങ്ങനെ കല്യാണം കഴിക്കണേ? ഒരു പണിക്ക് പോകാൻ പറ്റും? ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു സ്ഥലത്തൊരു സാധനം വീണാൽ കാലിങ്ങനെ അകത്തി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കും. എടുക്കാൻ പറ്റുമോ? പിന്നെ ഒന്നുകൂടെ പിന്നെ കട്ടിലിനടിയിലൊക്കെ വല്ല സാധനം ഇറങ്ങിപ്പോയാലോ, എന്നാലും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അങ്ങോട്ട് കിടന്നിട്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് തോണ്ടിയെടുക്കും. പിന്നെ എഴുന്നേൽക്കണമെങ്കിലോ അതും ഭയങ്കര പാട്. പിന്നെ ഒന്ന് നിലത്തിരിക്കണമെങ്കിൽ ഭിത്തിയെ ചാരി ഇരുന്നിട്ട് കാല് നീട്ടി വെച്ച് ചമ്പിളിൽ ഇട്ടിരിക്കും. എഴുന്നേൽക്കണമെങ്കിലോ 1 കിലോമീറ്റർ അങ്ങോട്ട് മാറി ഇരുന്നിട്ട് കാലങ്ങ് നീട്ടി വെച്ചിട്ട് എഴുന്നേൽക്കണം. അതാണ് എൻ്റെ വണ്ണത്തിൻ്റെ രഹസ്യം. പഴയ കഞ്ഞി, കപ്പ, ഇഡലിയൊക്കെ 20, 30, 40 ഒക്കെ കഴിക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾ ഓർക്കും ഭയങ്കര തീറ്റപ്പണ്ടാരാണ്. പണ്ടാരമൊന്നുമല്ല, തീറ്റയില്ല. പക്ഷേ ആഹാരവും കഴിപ്പ് കുറവാണ്. പിന്നെ ഓർക്കും നമുക്ക് ഭയങ്കര വണ്ണമാണ്. ഈ വണ്ണത്തിനിടയ്ക്ക് ഞാൻ ഗൾഫിൽ വരെ പോയി. അവിടെ ചെന്നപ്പം പുള്ളിക്കാരനോർത്ത് ഞാൻ ജോലി ചെയ്യത്തില്ലായിരിക്കുമെന്ന്. പിന്നെ